നമസ്കാരം, ഓപ്പൺ ന്യൂസിലേക്ക് സ്വാഗതം. ഇന്നത്തെ പ്രധാന വാർത്തകളിലേക്ക്. ഇരിട്ടി ലയൺ റോയൽസ് ക്ലബിന്റെ പുതിയ ഭാരവാഹികളുടെ സ്ഥാനാരോഹണ പരിപാടി ലയൺസ് മുൻ ഡിസ്ട്രിക്ട് ഗവർണർ പ്രൊഫസർ വർഗീസ് വൈദ്യൻ ഉദ്ഘാടനം ചെയ്തു. അടയ്ക്കാത്തോട് മേലെ സിറ്റിയിൽ ടവറിന് മുകളിൽ കയറി യുവാവിന്റെ ആത്മഹത്യാ ശ്രമം. കല്ലോലിക്കൽ ബിജുവാണ് ആത്മഹത്യാ ശ്രമം നടത്തിയത്. തുടർന്ന് പോലീസും ഫയർഫോഴ്സും ചേർന്ന് ബിജുവിനെ താഴെ ഇറക്കുകയായിരുന്നു. ഷിഗല്ല വീണ്ടും മരണം. കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലായിരുന്ന 7 വയസ്സുകാരൻ മരിച്ചു. മന്ത്രി ബിന്ദു കൃഷ്ണയുടെ തലയിൽ ചൂട് പായസം വീണു. സംഭവം കൊല്ലം KSRTC ഡിപ്പോയിൽ പ്രിയദർശിനി ബസ് ഉദ്ഘാടനത്തിനിടെ. പ്രിയദർശിനി പദ്ധതി ഭരണഘടനാ ലംഘനം, ഹൈക്കോടതിയിൽ ഹർജി. സോഡാ കുപ്പിയുടെ അടപ്പുകളിൽ ഫുട്ബോൾ താരങ്ങളെ നിർമ്മിച്ചിരിക്കുകയാണ് മൂവാറ്റുപുഴ നിർമ്മല കോളേജിലെ വിദ്യാർത്ഥികൾ. ഉപയോഗശൂന്യമായ സോഡാ കുപ്പിയുടെ അടപ്പുകൾ ഉപയോഗിച്ചാണ് ലോക ഫുട്ബോളിലെ വിസ്മയങ്ങളെ നിർമ്മിച്ചത്. ലോക്കറിൽ നിന്ന് 20 ലക്ഷം, ക്യാഷ് ട്രേയിൽ നിന്ന് 3 ലക്ഷം. കൊല്ലത്ത് മൊത്ത വ്യാപാര സ്ഥാപനത്തിന്റെ ഷട്ടർ കുത്തിപ്പൊളിച്ച് ലക്ഷങ്ങൾ കവർന്ന പ്രതികൾ പിടിയിൽ. എഴുത്തുകാരി ഇന്ദിര ലങ്കേഷ് അന്തരിച്ചു. 83 വയസ്സായിരുന്നു. വാർദ്ധക്യ സഹജമായ അസുഖത്തെ തുടർന്ന് ഏറെ നാളായി ചികിത്സയിലായിരുന്നു. പെരുമ്പാവൂരിൽ ഭാര്യയെ വെട്ടിക്കൊലപ്പെടുത്താൻ ഭർത്താവിന്റെ ശ്രമം. അയ്മുറിയിലാണ് സംഭവം. ബിജുവാണ് ഭാര്യ ജാൻസിയെ മാരകമായി വെട്ടി പരിക്കേൽപ്പിച്ചത്. ജൂൺ 19 വരെ മുഖ്യമന്ത്രിയെ നേരിൽ കാണാനാവില്ല. സന്ദർശകർക്ക് പ്രത്യേക അറിയിപ്പ്. ബജറ്റ് തയ്യാറാക്കുന്ന തിരക്കിൽ. ആരോഗ്യവകുപ്പ് മുൻ ഡയറക്ടറെ സ്ഥലം മാറ്റിയ നടപടിയിൽ പിഴവ് തിരുത്തി സംസ്ഥാന സർക്കാർ. KJ റീന 15 ദിവസം അവധിയെടുത്തു എന്ന പരാമർശം ഒഴിവാക്കി. ഈ പരാമർശം ഒഴിവാക്കിയുള്ള പുതിയ ഉത്തരവ് ആരോഗ്യവകുപ്പ് പുറത്തിറക്കി. എന്നെയും പിണറായിയെയും മാറ്റാമെന്ന് വ്യാമോഹം മാത്രം. പരാമർശം നടത്തിയിട്ടില്ല. വ്യാജ പ്രചാരണമെന്ന് MV ഗോവിന്ദൻ. കശുവണ്ടി കോർപ്പറേഷൻ അഴിമതി കേസിൽ വ്യവസായ വകുപ്പ് സെക്രട്ടറിക്ക് തിരിച്ചടി. കോടതിയലക്ഷ്യ നടപടി തുടരാമെന്ന് ഹൈക്കോടതി. പഞ്ചായത്ത് പ്രസിഡന്റിന്റെ അടിയന്തര ഇടപെടൽ. കേളകം PHCയിൽ നാളെ മുതൽ ടോക്കൺ സംവിധാനം പുനഃസ്ഥാപിക്കുന്നു. ശബരിമല സ്വർണ്ണക്കൊള്ളക്കേസ്. ആരോപണ വിധേയർ പ്രധാന സ്ഥാനങ്ങളിൽ. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിനെതിരെ ദേവസ്വം മന്ത്രി. പയ്യന്നൂരിലും തളിപ്പറമ്പിലും സ്ഥാനാർത്ഥി നിർണയം പാളി. ജില്ലാ ഘടകത്തിന് പാളിച്ച തിരുത്താൻ സംസ്ഥാന സമിതിക്ക് കഴിഞ്ഞില്ലെന്നും CPM വിലയിരുത്തൽ. ലക്ഷ്മിപ്രിയക്കെതിരെ ക്രിമിനൽ നടപടി പ്രകാരം കേസെടുക്കണം. കോടതിയെ സമീപിച്ച് അൻസിബ. കൊച്ചിയിൽ സിനിമയിലെ ഫൈറ്റ് മാസ്റ്ററായ യുവതിക്ക് നേരെ ആക്രമണം. മർദ്ദിച്ചത് ലഹരിമരുന്ന് കേസ് പ്രതിയും സംഘവും. പത്തനംതിട്ടയിൽ ടാപ്പിംഗ് തൊഴിലാളിയായ മധ്യവയസ്കനെ വാടക വീട്ടിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. ഉളിയിൽ ആവിലാട്ടെ KV മറിയുമ്മ നിര്യാതയായി. 88 വയസ്സായിരുന്നു. മുസ്ലിം ലീഗ് പേരാവൂർ നിയോജക മണ്ഡലം പ്രസിഡന്റ് പുന്നാടിലെ MM മജീദ് നിര്യാതനായി. ഉളിക്കൽ വായത്തൂരിലെ പരേതനായ തട്ടാന്റെ വിട ബാലന്റെ ഭാര്യ നിര്യാതയായി. 85 വയസ്സായിരുന്നു. ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ. ഗ്രാമിന് 225 രൂപ കൂടി 13,890 രൂപയും പവന് 1,800 രൂപ കൂടി 1,11,120 രൂപയുമായി. വെള്ളിക്ക് 280 രൂപയുമായി. കേളകത്തെ ഇന്നത്തെ വില നിലവാരം. റബ്ബർ 271, ലോട്ട് 256, ഒട്ടുപാൽ 155, കുരുമുളക് 675, അടയ്ക്ക 390, തേങ്ങ 40, കാപ്പിക്കുരു 200, ചിരട്ടപ്പാൽ 145, കൊക്കോ 75, പുളി 150. ഇതോടുകൂടി ഇന്നത്തെ വാർത്താ ബുള്ളറ്റിൻ അവസാനിച്ചു. നന്ദി. ഇതോടുകൂടി ഇന്നത്തെ വാർത്താ ബുള്ളറ്റിൻ അവസാനിച്ചു. നന്ദി. मैं प्यासी हूँ, मुझे भर ले अपनी बाहों में है मेरी कसम, तुझको सनम दूर कहीं ना